ചേന നേരത്തെ വരാൻ പാടില്ല 7 മണിക്ക്. നേരെ 9 മണിയായും ചെയ്ത് ഇനി എപ്പോഴാ ചെങ്ങായി ഇനി പറ്റേം പറയുന്നവ മറ്റേ കുരിപ്പിഞ്ഞപ്പോ അവിടെ ഉണ്ടാവുന്ന പനിപ്പ കേട്ടെ ഏതായാലും ചെങ്ങന്മാര് ഇത് വന്നോ പിന്നെ എന്താണ് നാട്ടിൽ വരാൻ പറഞ്ഞില്ലേ? ആ ബസ്സിനോട് ഞാൻ എന്നും പറയാം നാട്ടിൽ വരാനേ. നേരെ വെച്ചിങ്ങനെ വരുവാനേ. ഇന്ന് തീർക്കായി പണി. ഒന്നും ഒരു നാട്ടിൽ പോകാൻ വേണ്ടി വരും. ഇംഗ്ലീഷ് നസീറിപ്പ് വരും. ആളില്ലേ ആര് കാണാനില്ല. ഞാനേ ബസീറാണ്. ഇവിടെ മൊയ്താക്ക് പറഞ്ഞു വിട്ടാണ് ഇവിടെ എന്താ പണി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒരാളെ കണ്ട് വിട്ടിരുന്നു. ആളെ കാണാനില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആള് പണി കുറെ എടുക്കാണ്ട്, തെങ്ങ് തുറന്നിറക്കാണ്ട്, കവുങ്ങ് തെങ്ങ് വെക്കാണ്ട്, വാഴ വെക്കാണ്ട് എല്ലാം ഉണ്ട്. നിങ്ങൾ ഒരാളുള്ളൂ. ഹനീഫാക്ക ഇവിടെ ഇപ്പൊ ആ കവുങ്ങന്തജ്ജി അവിടുന്ന് പറ്റിട്ട് ഇവിടുത്തെ കുഴിച്ചിട്ടു. ഈ വായന്റെ അവിടെ തടം കെട്ടാണ്ട് ആ തെങ്ങന്തൈന്റെ അവിടെ ഇട്ടിട്ട് മൊയ്തൊക്കെ വരുമ്പോത്തിന് നിങ്ങൾ ഇതൊക്കെ ചെയ്തുകൂടി. ഞാൻ കുറച്ചേരം ഒന്ന് നിക്കട്ടെ ഇവിടെ റെസ്റ്റ് ആശ്വാസത്തിൽ ഇവിടെ നിക്കട്ടെ. അപ്പൊ തുടങ്ങിക്കൂടി നിങ്ങൾ ചെല്ലി ഞാൻ പണിയാതൊക്കെ നോക്കിക്കൂടി കേട്ടാ. ഇതിപ്പോ ഞാൻ പണിയെടുക്കാനോ നിങ്ങൾ കൂലി വാങ്ങാനോ അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ അത് ചെയ്തുകൂടിയുണ്ട്. അപ്പൊ അയാൾ ഇപ്പൊ ഉണ്ട് പേരും നിങ്ങള്. ഞാൻ ഇവിടെ പണി ഞാൻ ഇവിടെ വേറെ പണിയുണ്ട് എനിക്ക്. കല്ലൊക്കെ ഉണ്ടാവും. കായ് വൈകുന്നേരം ഇത് വാങ്ങുമ്പോ ഈ വായലിപ്പോ വെട്ടാൻ പറഞ്ഞത്. ഞാൻ കുറച്ചേരം പിടി കേട്ടെ. അതെ നിങ്ങൾ എന്റെ അടുത്തേക്ക് ഇവിടെ വന്നു കുറച്ച് ആട് കൊത്തിപ്പൊടി അയാളിപ്പോ വരും. ഞാൻ കുത്തിയപ്പോൾ നിങ്ങളെ പണി കൊടുക്കാണ്ട് ആ തെങ്ങ് ശരിക്കും തുറക്കാനുള്ളതാട്ടാ. അത് കൊത്താനുള്ളതാ പറഞ്ഞാല് ആ കല്ലൊക്കെ അവിടുന്ന് മാറ്റി. പിന്നെ കല്ലും മുട്ടിയൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഗ്യാസിലാ പണി. അത് ശരി പണിക്ക് വരുമ്പോ തൊടുവിൽ കൊറും അതും ഇതൊക്കെ ഉണ്ടാവും. നിങ്ങളെ കൊത്തിക്കൂടി ഞാൻ ഇപ്പൊ നിങ്ങളെ പൊയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്തിനാ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഏതായാലും എന്താ പനിപ്പൊക്കെ നോക്കിക്കൂടിട്ടാ ചങ്ങായി വരും. ഞാനിപ്പോ ഇതൊരു പണിയെടുക്കാനായിരുന്നു. ആ തെങ്ങാണ്ട് തുറന്ന് അപ്പുറത്ത് വായത്തെ കുഴിച്ചിട്ട് ഞാൻ കുറച്ചേരം ഒന്ന് ഇരുന്നാണ് അപ്പളാണ് വന്നത്. ഞാൻ വരുമ്പോ പണി നടത്തോണ്ടി പണിയൊക്കെ ഇപ്പൊ കഴിയും. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ഇവിടെ പണി നടത്തിയെന്ന് പറഞ്ഞോളാം. കുയ്യത്തി എവിടെ കുയ്യത്തിനാറേ ഇത് അന്നത്തെ മൂടാളല്ല. അത് അന്ന മൂടാളല്ല. അത് നല്ലോ വട്ടത്തിലാണ് തുറക്കണത്. അത് അത്രയൊക്കെ തന്നെ വട്ടം ഉണ്ടാവുള്ളൂ. വേറെ തെങ്ങിന് കണക്കുണ്ട്. അതിനനുസരിച്ച് തുറക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ യാതൊന്നും പറ്റില്ല. അത് 500 വട്ടം കൂട്ടാണ്. നിങ്ങൾ പോയിട്ട് വരും. ചായ കയറ്റിട്ടാ. ചായ ഇവിടെ കിട്ടൂല അവരില്. മുഴുങ്ങ നടത്താനുള്ള എനിക്ക് കല്ലന്റെ ഉള്ളിൽ എന്താ ചെല്ലണ്ട. എന്നാലും പണി അടുക്കുള്ളൂ. ഡീസലല്ല ഉണ്ട്. ഈ ചോറ് 3 മണിക്കുണ്ടാവുള്ളൂ. അതെ 3 മണിക്ക് വെച്ചുണ്ടാക്കൊന്നും വേണ്ടേ? കടിയത്തൂല്ലേ? കടി ഇപ്പൊ കൊണ്ടുവരും. അതാ കടി എന്നിട്ട് ഇങ്ങനെ നല്ലോണം തിന്നുങ്ങാട് വർത്താനം പറഞ്ഞ് കുത്തറിന് വീഡിയോ ബൈറ്റ് വർത്താനം പറഞ്ഞ് നാട്ടിലെ വർത്താനം വീട്ടിലെ വർത്താനം അയലക്കാരെ വർത്താനം എല്ലാരും വർത്താനം പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കുത്തുന്നോളൂ. പണിയെടുക്കണ്ട. ഞാൻ ഭാഗം കുടുങ്ങി. ഒരുത്ത തെങ്ങിന് കടന്നുറങ്ങാണ്ട് അതിന്റെ മോശം നമുക്ക് ഇങ്ങനെ കടന്നുറങ്ങന്നെ. തെങ്ങിന് പലൊക്കെ വിളിച്ചത് ഞാന് മജായിട്ട്. അല്ല അപ്പൊ ഈ പണി നിങ്ങൾ വിളിച്ചണ്ട അറിയിപ്പോ ഞമ്മളെ തന്നെ വാണങ്ങൾക്ക് എല്ലാ പണിക്കും വേണ്ടങ്ങള് പണി. എന്നിട്ട് ഇപ്പൊ എന്താ അവിടൊക്കെ പണികൾ കണ്ടില്ലേ? ഓർത്ത് സിഗരറ്റ് വെച്ച് കുത്തിരിക്ക. അതാ ഒരു ലേസം നേരെ ഇപ്പൊ നിങ്ങൾ വന്നപ്പോ പോയിട്ടുള്ളത്. അനിഭാഗ ചേട്ടുള്ളത് ഒരു കടി തട്ടപ്പോ ഒരു ചെറിയ സമൂസയാണുള്ളത്. എന്നിട്ട് എന്നാ 3 മണിക്ക് പോകാൻ നടന്നത്. അനിഭാഗ ചായ ചായ പക്കം പെരിയുണ്ട്. ചായ കിട്ടാനിട്ടേ ചായ ഇട്ടഞ്ഞിട്ട് നിങ്ങള് ആ മൂലക്കല് അവിടെ പോയി അല്ലെങ്കിൽ തന്നെ സിഗരറ്റ് വലിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതൊക്കെ അതൊക്കെ പറയും. അല്ല ഇതെത്ര സാധനം? അത് കട്ടൻ ചായയാണ്. ചൂടിയുണ്ട്. വന്നപ്പോ തന്നെ നേരെ കുറെ ഇറങ്ങിക്കട്ടെ. ഞാൻ നിങ്ങൾ അവിടെ കുറെ കാത്തുനിന്ന് നിങ്ങൾ ഇവിടെ വന്ന് ഉത്തരത്തിന്റെ ഞാൻ ഉറക്കോ ഇതൊക്കെ കൂടി ആകെ ചെയ്യുമ്പോ ചെയ്യുന്നത്. അല്ല ഇത് കുടിച്ച വള്ളന്റെ ഉള്ളിലെത്തി ആവോ? ചോറ് 3 മണിക്ക് കൊണ്ടുവരാം. 3 മണിക്ക് കൊണ്ടുവരാന്നുണ്ട്. 3 മണിക്കോ? അന്തിക്കത്തെ ചോറാക്കിയാ മതി. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നോക്കാം.
ഏതായാലും ഈ ചായ ഒക്കെ കുടിച്ചാലേ കടി എടുത്തോളിടാ കടി ഒരു സമൂസ ഏതായാലും ഇത് ബാക്കിയാക്കണ്ട, ഇത് ബാക്കിയാക്കണ്ട. ചോറിട്ടാ നേരം പോകും. നമുക്കേ അവിടെ അപ്പുറത്തെ എൻ്റെ വലിയ കൊഞ്ചു വെച്ചേക്കണെന്നാണ്. അതൊന്ന് ശരിക്കും ഒന്നും കൂടി പോയൊന്ന് ശരിയാക്കാണ്ടിട്ടാ. അതാ അവിടെ മൂലൊക്കെ സിഗരറ്റ് ആ താത്ത പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് അടിച്ചിരിക്കുകയാണ്. സിഗരറ്റ് അടിച്ചിരിക്കാതല്ലാതെ ഞാൻ ഉള്ള തന്നെ പറഞ്ഞു. ഈ പണിക്കാർക്കുള്ള സ്വഭാവമാണ് സിഗരറ്റ് അടിച്ചിരിക്കുക. ഇടയ്ക്ക് ഒരു സിഗരറ്റ് കഴിച്ചാലോ ഒരു മൊയ്താക്കാൻ്റെ അടുത്തുള്ള അത് മൊയ്വാൻ ഞാൻ എനിക്ക് ഈ ബസീർ ഞാൻ നിങ്ങളെ പഠിപ്പോട്ട് വിടണ്ട. താത്താ പണി കഴിഞ്ഞിട്ടാ, പണി കഴിഞ്ഞിട്ടാ, പണി കഴിഞ്ഞിട്ടാ. എത്ര കൂലി? 2000 ഉറുപ്പ ഉണ്ടാവും ഞങ്ങൾക്ക് രണ്ടാക്കുള്ളത്. എന്തേ 2000 ഉറുപ്പ കൂലിയോ? അതിനുള്ള പണിയെടുത്തപ്പോ നിങ്ങൾ ഇവിടെ അപ്പൊ നിങ്ങൾ രാവിലെ വന്ന 6 മണി 7 മണിക്ക് വന്നു. 6 മണി പറഞ്ഞ് 7 മണിക്ക് വന്നു. എന്നിട്ട് നിങ്ങൾ ഒരാൾ പണിയെടുക്കുക, ഒരാൾ നോക്കിയെടുത്ത് മാറ്റിയത് ഒരാൾ വർത്താനം പറയാ. ഇതൊക്കെ നിങ്ങൾക്ക് പണി. മരിവാൻ കൊടുക്കോളം മരിവാൻ കൊടുക്കോളും. നീ ഏസാൻ കൊടുത്തോളം പണിയെടുത്താലും ഞാൻ തരും 2 ആളെ കൂലി. ഇതാ ഒരാളെ കൂലിയാണ്. ഇതാ അയ്യോ 2 ആളെ എടുത്തോളൂ. എത്തപ്പത് നടക്കുള്ളൂ. എന്ന വരുമാനം ഇപ്പൊ ഇവിടെ 1000 ഉറുപ്പ. 1000 തന്നെ ഏറെ. എന്താ ഇതായിട്ട് കാട്ടത്? പണിയെടുത്തിട്ടില്ലല്ലോ. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ പൈസ പണിയെടുത്തെങ്കിലല്ലേ പൈസ. മൊയ്താക്കാൻ ഞാൻ മൊയ്താക്കാനെ കണ്ടോണ്ട് ഞങ്ങൾ മൊയ്താക്കാനെ കണ്ടാലും വേണ്ടി ആരെ കണ്ടാലും വേണ്ടി അവിടെ വല്ലാത്തൊരു കഥ. ഇനിയിപ്പോ ഇങ്ങനത്തെ പണിക്ക് ഇനി വരായി വരണ്ട ഞങ്ങള്. ഇതൊക്കെ ഇവിടെ ഇരിക്കണുണ്ടല്ലേ? അത് ശരി. ഞാൻ ഇപ്പൊ ഇവിടെയൊക്കെ തിരഞ്ഞെടുന്ന് നിങ്ങൾ എന്ത് പണിയാ കാട്ടിയിരുന്നത്? അവിടെ ഒരു 1000 ഉറുപ്പയുള്ള താത്ത തന്നത് പണിക്ക്. അതുകൊണ്ട് എങ്ങനെ ഇപ്പൊ 2 ആൾക്ക് പറ്റുമോ? നിങ്ങൾ വല്ലാത്തൊരു പണിയാ കാട്ടിയത്. ഇനിയിപ്പോ ഞാന് ഹനീഫാക്ക് ഞാൻ 1000 ഉറുപ്പ കൊടുക്കണം. ഇങ്ങനത്തെ പണിക്ക് ഇനി വിളിക്കരുതിട്ടാ. ഇനി വസീറിനെ കിട്ടൂല ആ പണിക്ക്. അതിനെ ഈ ചോനും കൂടി ഇവിടെ തിന്നിക്കണ്ട് സംഘം ഇല്ലാക്കിന്. പിന്നെ ആൾക്ക് ഞാൻ കൂലിയല്ലേ ഇത് മുത്ത വേണ്ടിട്ടോ? എനിക്ക് അന്നത്തെ കൂലി എനിക്ക് തരല്ലേ? അതിന്റെ അടുത്ത് അത്ര പൈസ കിട്ടുള്ളൂ എനിക്ക്. 4 മണിക്കാണ്. ഉച്ചക്ക് ചോറ് കഴിക്കാൻ ഒരു സമയമുണ്ട്, 1:30 2 മണി. പിന്നെ ഇപ്പൊ ഹോട്ടലിൽ നിന്ന് തിന്നല്ലാതെ എന്താ ചെയ്യുക? അതൊക്കെ ഇപ്പൊ നിങ്ങൾ കാണേണ്ടത് പൈസ തരാതെക്കാനുള്ള ഒരു മാർഗം. ഇങ്ങനെയാണോ ഒരു പണിക്കാരനെ വിളിച്ചോടുന്നാൽ ഒരു ഇത് വേണ്ടേ? ഇനി ഏതായാലും എന്തായാലും ഞാൻ ഇനി വരൂല പണിക്ക് കേട്ടോ, ഉറപ്പായിട്ടും. ഇനി ഇങ്ങനത്തെ പണിക്ക് വേദാത്തിന് വിളിക്കരുത്. ബസീറെ ഇനി ആ പണി ഈ പണി ഉണ്ട് തന്നെ എന്തായാലും ബസീറെ കായന് ശരിക്കല്ല. ഇനി ബസീറെ പണിക്ക് വിളിക്കാൻ കേട്ടോ, ഞാൻ വരൂല കേട്ടോ. അല്ല